അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളെല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഒരു സാമ്പാർ തട്ടിക്കൂട്ടുന്നത്. മുരിങ്ങക്കായും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ചെറിയമ്മേൻ്റെ വീട്ടിലുണ്ടായിട്ട് ചെറിയമ്മ തന്നു വിട്ടതാണ് കേട്ടോ. ബാക്കി പച്ചക്കറികളൊക്കെ ചിനുവേണ്ട തറവാട്ടിലുണ്ടായതായിരുന്നു. പിന്നെ ഒരു കോളിഫ്ലവർ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഫ്രൈ ചെയ്യാമെന്ന് അത് കിട്ടിയപ്പോൾ തന്നെ ചിനുവേണ്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈക്ക് വേണ്ടിയിട്ട് അതിലൊക്കെ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് നമ്മൾ ബീൻസും അതുപോലെ തന്നെ വഴുതനങ്ങ എല്ലാം വെച്ചിട്ടാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇതാ നമ്മുടെ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ദേവൂസിന് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ തോരൻ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തോരൻ എനിക്ക് എപ്പോഴും മെഴുക്ക് പുരട്ടിന്നൊന്നും വരില്ല കേട്ടോ. തോരൻ മാത്രമേ വരുള്ളൂ. പിന്നെ സാമ്പാറിന് ഇതെല്ലാം വറവൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിതപ്പോൾ ചോറ് ഉച്ചത്തേക്ക് എനിക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊരു ചല്ലാസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചല്ലാസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറിട്ടു, അതിലോട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാനിത് ചല്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ എടുക്കുന്നുണ്ട് കേട്ടോ. കോളിഫ്ലവർ എനിക്ക് കൊണ്ടുപോകാൻ അത്ര ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞാനിന്ന് രാവിലെ ചോറായിട്ടുണ്ടെന്നത് കാരണം അച്ചുവും ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിനുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഞങ്ങൾ കടിയൊന്നും ഉണ്ടാക്കാറില്ല. ചോറുണ്ടു. അപ്പോഴത്തേക്ക് രാവിലെ പറിച്ച് നമ്മൾ കർമൂസയും കൂടി ചിനുവായിട്ടും കഷ്ണം മുറിച്ച് തന്നിട്ടുണ്ട്. അതും കൂടി തിന്നു.